ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവരും ചെറിയൊരു വിഷമത്തിലാണെന്ന് വിചാരിക്കുന്നു. കാരണം നിഫ്റ്റി അത്യാവശ്യത്തിന് നല്ല രീതിയിൽ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മൂന്നോ ആഴ്ച മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 23,500 നിഫ്റ്റി എത്തുമെന്ന്. അതുപോലെയാണ് നിഫ്റ്റിയുടെ ചാർട്ട് കണ്ടിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് കാരണം കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോ വെള്ളിയാഴ്ച ഇന്നലെ മാർക്കറ്റ് ഉണ്ടായില്ല. വ്യാഴാഴ്ച ക്ലോസ് ചെയ്താകുന്നത് 23,532 പക്ഷെ 23,532 അല്ലെങ്കിൽ 23,500 എത്തിയിട്ട് ഞാൻ പ്രതീക്ഷിച്ച സപ്പോർട്ടിൽ എത്തി എന്ന് പക്ഷെ ശരി. എങ്കിലും ആ സപ്പോർട്ട് എടുക്കണില്ല എന്ന് എനിക്ക് തോന്നണേ. കാരണം സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സംഭവം 233,500 ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിലും 23,500 ഡൗൺ ചെയ്യുന്നതാണ് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത്. അടുത്ത സപ്പോർട്ട് കാണുന്നത് 23,200 ഒരു 300 പോയിന്റ് കൂടി താഴോട്ട് വരാനുള്ള പോസിബിലിറ്റി എനിക്ക് കാണുന്നുണ്ട്. 23,500 ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ സിനാരിയോയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി അതല്ല മുകളിലേക്ക് പോവുകയാണെങ്കിൽ നല്ല കാര്യം. പക്ഷെ എനിക്ക് തോന്നുന്നു 23,500 ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് പോലും 23,200 എത്താനുള്ള സകല ചാൻസും കാണാറുണ്ട്. അതാണ് അടുത്ത സപ്പോർട്ട്. 23,200 സപ്പോർട്ട് എടുക്കും. അഥവാ 23,200 സപ്പോർട്ട് എടുത്തില്ലെങ്കിൽ 22,800 ആണ് അടുത്ത സപ്പോർട്ട്. അപ്പൊ 23,200 നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം സപ്പോർട്ട് സോൺ ആയിട്ട്. അത് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ അടുത്ത സപ്പോർട്ട് 22,800. ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് 24,000 തന്നെയാണ്. 24,000 ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോകാൻ മാത്രമേ നിഫ്റ്റി ബുള്ളിഷസ് ആയെന്ന് പറയുള്ളൂ. നിഫ്റ്റി ബുള്ളിഷസ് ആയി എന്നല്ല പറയുന്നത്, ചെറിയൊരു പോസിറ്റീവ് സെന്റിമെന്റ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ 24,000 അടുത്ത ആഴ്ചയ്ക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യും. 23,200 22,800 ഒക്കെ സപ്പോർട്ട് ലെവലുകളായിട്ട് പരിഗണിക്കാവുന്നതാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അവസ്ഥ എന്താന്ന് നോക്കിയിട്ട് വരാം. ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ നാസ്ഡാക്ക് ഫ്രൈഡേ ഒരു 2.40% ഡൗൺ സൈഡ് ആണ്. അതായത് 502 പോയിന്റ് ഫോളോ ആയിട്ടുണ്ട്, ബിഗ് ഫോളോ ആയിട്ടുണ്ട് നാസ്ഡാക്ക്. ഡോ ജോൺസും ബിഗ് ഫോളോ ആയിട്ടുണ്ട്, ഒരു 309 പോയിന്റ്, അതായത് 0.71% ഡൗൺ സൈഡ് ആയിട്ട്. S&P 500ഉം 1.32% ഡൗൺ സൈഡ് ആയിട്ടുണ്ട്, അതായത് 78 പോയിന്റ്. പെർസെന്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ 1.32% ഡൗൺ സൈഡ് ആയിട്ടുണ്ട്. നിക്കി മാർക്കറ്റ് മാത്രം ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ആണ്, ഒരു 107 പോയിന്റ് അപ്സൈഡ്, അതായത് 0.28% ഒരു അപ്സൈഡ്. വേണമെങ്കിൽ ഫ്ലാറ്റ് എന്ന് പറയാം, വേണമെങ്കിൽ ഒരു 4% പോസിറ്റീവ് എന്ന് പറയാം അത്ര തന്നെ. പക്ഷേ പോസിറ്റീവ് തന്നെയാണ്. ഒരു ഫ്ലാറ്റ് എന്നുള്ള രീതിയിൽ 22 പോയിന്റ് അപ്സൈഡ്, അതായത് 0.27% അപ്സൈഡ് ആയിട്ടുണ്ട്. ഡാക്സ് 52 പോയിന്റ് ഡൗൺ സൈഡ് ആണ്, അതായത് 0.27% ഡൗൺ സൈഡ് ആണ്. CAC 14 ജർമ്മൻ മാർക്കറ്റ് 42 പോയിന്റ് ഡൗൺ സൈഡ് ആണ്, അതായത് 0.58% ഡൗൺ സൈഡ്. അപ്പൊ ഓവറോൾ നോക്കുമ്പോൾ നിക്കി പക്ഷേ ഒരു ചെറിയൊരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ കൂടിയും ബാക്കി ഓവറോൾ മാർക്കറ്റ്സുകളൊക്കെ ഡൗൺ സൈഡ് ആണ്. നല്ല രീതിയിൽ ഡൗൺ സൈഡ് ആയിരുന്നു വേണമെങ്കിൽ പറയാം. അപ്പൊ അതിന്റെ കാരണം എന്താന്ന് നമുക്കറിയില്ല. അതിന് മറിച്ച് ബിറ്റ് കോയിനൊക്കെ 93,000 90,000 മുകളിൽ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഗോൾഡ് നല്ല രീതിയിൽ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഗോൾഡ് എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇനിയും അടുത്ത ആഴ്ച നല്ല രീതിയിൽ വീഴാനുള്ള സകല ചാൻസും കാണാണ്ട്. ഓക്കെ, അപ്പോ ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അവസ്ഥ ഡൗൺ സൈഡ് ആണ് വരുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിഫ്റ്റി 23,200 എത്താനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷെ 22,800 എത്താനുള്ള സകല ചാൻസ് ഉണ്ട്. എത്തുന്ന് പറയുമ്പോ തിങ്കളാഴ്ച തന്നെ എത്തുന്നല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കുറച്ച് ദിവസം എടുത്തിട്ടായാലും ഒരു നെഗറ്റീവ് കൺസോൾഡേറ്റ് ചെയ്ത് താഴോട്ട് എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ അവരെന്തായാലും ഒക്ടോബർ മാസത്തിലെ ഓവറോൾ നമുക്കറിയാലോ 1,14,445 കോടി രൂപ സെല് ചെയ്തിട്ടുണ്ട്. DIS 1,07,254 കോടി രൂപ ബൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വെറും 7,000 കോടി രൂപ മാത്രമാണ് നെറ്റ് സെല് തന്നിട്ടുള്ളൂ. പക്ഷെ ഈ നവംബർ ഡാറ്റ പരിശോധിക്കുമ്പോൾ FIS 29,533 കോടി 533 കോടി രൂപ മാത്രമാണ് ഇപ്പൊ സെല് ചെയ്തിട്ടുള്ളൂ. ഓൾമോസ്റ്റ് നവംബർ 15 എന്ന് പറയുമ്പോ ഒരു മാസത്തിലെ പകുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര സെല്ല് എന്തായാലും പ്രാവശ്യം ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. 29,533 കോടി രൂപ മാത്രം സെല് ചെയ്തിട്ടുള്ളൂ. DIS 26,522 കോടി രൂപ ബൈ ചെയ്തിട്ടുണ്ട്.
അപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസത്തെ ഒക്ടോബറിലത്തെ അത്ര 1,14,000 കോടി രൂപ ഒന്നും ഈ മാസം സെല്ലിങ് വരില്ല. ഇപ്പൊ 29,000 കോടി രൂപ സെല്ല് ചെയ്തിട്ടുണ്ട്. ആണെങ്കിൽ ഒരു 20,000 കോടി രൂപയാണ് സെല്ല് ചെയ്ത് ഒരു 50,000 കോടിക്കുള്ളിൽ അവർ സെല്ലിങ് അവസാനിപ്പിക്കുന്നത് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് എല്ലാ ദിവസത്തെ ഡാറ്റ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും അവരുടെ സെല്ലിങ്ങിന്റെ ഫിഗർ ഒക്ടോബറിൽ 4,035 കോടി രൂപയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ സെല്ലിങ് കുറഞ്ഞു വരുന്നു എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ നിങ്ങള് സ്റ്റോക്കുകൾ വാങ്ങിച്ച് ഹോൾഡ് ചെയ്തിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാ ദിവസവും ഇത് നോക്കി ഒരു ബുദ്ധിമുട്ട് പോലെ ഹോൾഡിങ്സ് നോക്കി ബുദ്ധിമുട്ട് വരുത്താൻ നിൽക്കണ്ട. നിങ്ങൾ ഒരാഴ്ച 2 ആഴ്ച വേണമെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കാം. ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾ വിട്ടു നിൽക്കാന്നല്ല പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് എല്ലാ ദിവസവും ഹോൾഡിങ്സ് നോക്കി നെഗറ്റീവിലേക്ക് പോണത് കൊണ്ട് പാനിക്കായിട്ട് അറിയാതെ നമ്മുടെ കൈ ആ മൊബൈലിൽ ക്ലിക്ക് ചെയ്ത് സെല് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ 1-2 ആഴ്ച മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് ഞാൻ പറയാനുള്ളത്. കാരണം ഡാറ്റ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡാറ്റ പരിശോധിക്കുമ്പോഴും അവര് 77% സ്റ്റിൽ ഷോർട്ട് പൊസിഷനാണ്. അതായത് താഴോട്ട് തന്നെ പോയിക്കാൻ മതി എന്നാണ് അവർ ഉറപ്പിച്ചിരിക്കുന്നത്. വെറും 23% മാത്രം ലോങ് പൊസിഷനുള്ളൂ. പിന്നെ നിഫ്റ്റി ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 23,445 നമുക്കിപ്പോ നിഫ്റ്റി അറിയാം 23,532 ക്ലോസ് ചെയ്തേക്കണേ. അതിൽ നിന്നും ഒരു 126 പോയിന്റോളം ഡൗൺ സൈഡ് ആയിട്ട്, അല്ലെങ്കിൽ 23,445 ഒരു 100 പോയിന്റിന്റെ മുകളിൽ ഇപ്പോഴും ഡൗൺ സൈഡ് ആയിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത് ഇന്നലെ. അതിന്റെ അർത്ഥം അപ്പൊ 23,500 ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ സപ്പോർട്ട് പൊട്ടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 23,445 എത്തിയിട്ട് നിഫ്റ്റി ഇപ്പൊ ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോ കുറച്ചുകൂടി ചിലപ്പോ ഒറ്റയടിക്ക് താഴോട്ട് വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേശ്ശെ ആയിട്ടായിരിക്കും താഴോട്ട് വരിക. അപ്പോ നമ്മുടെ പല ഇൻവെസ്റ്റേഴ്സും പല സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളും പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. മാർക്കറ്റ് ഡൗൺ സൈഡിൽ വന്നാലും നമ്മൾ ഓവറോൾ മാർക്കറ്റ് നമ്മുടെ നിഫ്റ്റി മുകളിലിരിക്കുന്നതിന് പോകുള്ളൂ. അപ്പൊ ഇത് താൽക്കാലികമായ ഒരു പ്രതിഭാസം മാത്രമാണ് വിലയിരുത്തുക. നിങ്ങൾ കേരള സ്റ്റോക്കുകൾ നല്ല സ്റ്റോക്കുകളാണെന്ന് നിങ്ങൾ സ്വയം ഉറപ്പ് വരുത്തണം. നല്ല സ്റ്റോക്കുകളാണെങ്കിൽ മാർക്കറ്റ് തിരിച്ച് കയറി പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യും. സ്റ്റോക്കുകൾ മോശം സ്റ്റോക്കുകളാണെങ്കിൽ പിന്നെ അത് മുകളിലേക്ക് കയറി വരാൻ പ്രയാസമുണ്ട് മാത്രം. അപ്പൊ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകളൊക്കെ നല്ല സ്റ്റോക്കുകളാന്ന് ഉറപ്പ് വരുത്താം. അപ്പൊ എല്ലാവരും വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. കുറച്ചു കാലം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസം ഡിസംബറും ചിലപ്പോ ഒരു കൺസോൾട്ടേഷൻ മോഡലിലേക്ക് പോകും. ജനുവരി മാസം തൊട്ട് വീണ്ടും ബൈ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ആഴ്ച ഞാൻ ഡൗൺ സൈഡ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇതിന് നിഫ്റ്റിന്റെ ലെവൽസിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ആഴ്ച പ്രത്യേകിച്ച് സ്റ്റോക്കുകളൊന്നും തന്നെ ഇല്ല. എല്ലാ ഡൗൺ സൈഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മുകളിലേക്ക് സ്റ്റോക്കുകളൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഡിസ്ക്ലൈമർ ആയിട്ട് പറയാണ്, ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുകളതിന് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്താണ്. ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ബൈ ഓൾ.